കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിൻ്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യമെന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകയാണ് വീണ ജോർജ്. അതുകൊണ്ട് തന്നെ ഡിബേറ്റിലൊക്കെ എതിരാളിയെ മലർത്തിയടിക്കാം എന്നൊരു ഭാവവുമുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വശത്ത്, മറുവശത്ത് അബിൻ വർക്കി. ഇതിനിടയിലാണ് പത്തനംതിട്ട പ്രസ് ക്ലബ് ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വീണ ജോർജും അബിൻ വർക്കിയും തൊട്ടരികിൽ. ജനമനസ് എന്ന സംവാദ പരിപാടിയിലേക്ക് വീണ ജോർജ് കടന്നു വരുമ്പോൾ വീണ ജോർജിൻ്റെ മുഖത്തൊരു വല്ലാത്ത ഭാവം. എതിരാളി അബിൻ വർക്കിയെ മലർത്തിയടിക്കാം എന്നൊക്കെയാണ് വീണ ജോർജ് കരുതിയത്. എന്നാൽ ഗോദയിലിറങ്ങിയ വീണ ജോർജ് അടപടലം തേഞ്ഞ് ഒടുവിൽ വെന്റിലേറ്ററിലായ കഥ. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു കിടക്കുന്നത് ചുരുക്കം ചില വാക്കുകളിലൂടെ അബിൻ വർക്കി അങ്ങ് നിരത്തി. ഒപ്പം കേരളത്തിലെ ഏറ്റവും വലിയ അഭിനേത്രിയായ വീണ ജോർജിൻ്റെ കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിച്ചടുക്കി. ഒന്നൊന്നര സംവാദമായിരുന്നു നടന്നത്. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളൊക്കെ അബിൻ വർക്കി എടുത്തു നിരത്തിയപ്പോൾ ഉത്തരം മുട്ടിപ്പോയി ആരോഗ്യമന്ത്രിക്ക്. പഴയ ടീച്ചറമ്മയുടെ കാലമൊന്നുമല്ലല്ലോ. ഒടുവിൽ തനിക്ക് രക്ഷപ്പെടാൻ KK ശൈലജയെ തള്ളിപ്പറയുന്ന വീണ ജോർജിനെയും നമ്മൾ കണ്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ഈ വീഴ്ച സംഭവിച്ചത് താൻ മന്ത്രിയല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് എന്ന് വീണ ജോർജ് തട്ടിവിട്ടു. ഇപ്പോഴിതാ മുൻ സർക്കാർ ഭരിക്കുമ്പോഴുള്ള വീണ ജോർജിന്റെ മറുപടിയിൽ ഉറഞ്ഞു തുള്ളുകയാണ് സോഷ്യൽ മീഡിയ. KK ശൈലജയെ പരോക്ഷമായി വീണ ജോർജ് ഉന്നം വയ്ക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ കമന്റുകൾ. 2021 ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്നും 2017 ഹർഷീനിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതെന്നും വീണ ജോർജ് വാദിച്ചു. ഈ വിവാദങ്ങൾ തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വീണ ജോർജിന്റെ വാദം. എന്നാൽ വീണ ജോർജ് അടപടലം കുടുങ്ങിയത് കണ്ണൂർ സംഭവത്തിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന വീണ ജോർജിന്റെ വാദം അട്ടപടലം തള്ളിക്കൊണ്ട് അബിൻ വർക്കി കത്തിക്കളി. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് അവകാശപ്പെട്ട വീണ ജോർജ് തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വെളുപ്പിന് 4 മണിക്ക് കാറിൽ ഇത്രയേറെ ദൂരം യാത്ര ചെയ്ത് എങ്ങനെ എത്തി എന്ന് അബിൻ വർക്കി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയി വീണ ജോർജിന്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിയെ പണി നടക്കുന്ന റോഡിലൂടെ കയറ്റിവിട്ടത് ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടെന്ന് പറഞ്ഞായിരുന്നു അബിൻ വർക്കി കടന്നാക്രമിച്ചത്. മന്ത്രിയെ ആക്രമിച്ച കേസിൽ മാരകായുധം കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. 16 CCTV ക്യാമറകൾ അവിടെയുണ്ട്. ഏതെങ്കിലും ഒരു ക്യാമറയിൽ നിന്ന് ഒരു ദൃശ്യമെങ്കിലും മന്ത്രി ആക്രമിക്കപ്പെടുന്നതിൻ്റെതായി നിങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലല്ലോ. അഥവാ ആക്രമിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു എങ്കിൽ അന്ന് യൂത്ത് കോൺഗ്രസ് ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തതാണ്. മന്ത്രിയെ ആക്രമിച്ചതിൻ്റെ ഒരു ദൃശ്യം പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ആരും മുന്നോട്ട് വന്നില്ല. തലേന്ന് രാത്രി 11 മണിക്ക് മന്ത്രിക്ക് ഗുരുതരാവസ്ഥയാണ് എന്ന് പറഞ്ഞ ഡോക്ടർമാർ പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് ഒരു കാറിൽ കയറ്റി നാട്ടിലേക്ക് അയക്കുന്നു. എന്ത് ക്രൂരതയാണിത്! ഇതിന് മറുപടി പറഞ്ഞ വീണ ജോർജ് ആകെ തേഞ്ഞൊട്ടി. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് ഇനാം പ്രഖ്യാപിച്ചിട്ടും ആരും മുന്നോട്ട് വന്നില്ല എന്ന് അബിൻ വർക്കി വാദിക്കുമ്പോഴായിരുന്നു വീണയുടെ മറുപടി. എന്നെ ആക്രമിക്കാൻ വന്ന സംഘത്തിൽ ഒരൊറ്റ പെൺകുട്ടികൾ പോലും ഇല്ലായിരുന്നു എന്ന് വീണ ജോർജ് എടുത്തു പറഞ്ഞു. തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്ന മുൻ നിലപാടിൽ വീണ ജോർജ് ഉറച്ചു നിന്നു. സ്വർണ്ണക്കടത്ത്, ചൂരൽമല ദുരന്തം തുടങ്ങി സർവ്വ വിഷയങ്ങളും ഇരുവർക്കിടയിൽ വലിയ വാഗ്വാദമായി ഉയർന്നു വന്നു. എന്നാൽ അവിടെ ശോഭിക്കുന്ന അബിൻ വർക്കിയെയാണ് ഇന്നലെ കേരളം കണ്ടത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീണ ജോർജിന് ട്രോളിൻ്റെ പൊടിപൂരം. മാധ്യമപ്രവർത്തന പരിചയമുണ്ട് എന്ന് കരുതി വസ്തുതകൾക്ക് മുന്നിൽ അങ്ങനെ വാക്ചാതുര്യം കൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ വീണ ജോർജിന് മനസ്സിലായി. അബിൻ വർക്കി വസ്തുതകൾ നിരത്തിയാണ് ഇന്നലെ പൊരുതി കയറിയത്. ഒരു സ്റ്റാർ പോരാട്ടമാണ് ഇപ്പോൾ ആറന്മുളയിൽ നടക്കുന്നത്. ഒരു വശത്ത് വീണ ജോർജ്, മറുവശത്ത് അബിൻ വർക്കി. ഇനി BJPയുടെ സ്ഥാനാർത്ഥി സാക്ഷാൽ കുമ്മനം രാജശേഖരൻ. സംവാദത്തിൽ അബിൻ വർക്കി നേടിയ വിജയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. വീണ ജോർജ് ആകെ ചമ്മിനാറി നിൽക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലോട് വൈറൽ. ഈ സംവാദം ഒരു ദുരന്തമാകും എന്നറിഞ്ഞിട്ടും എന്തിനാണ് വീണ ജോർജ് അതിനു കൊണ്ടുപോയി തലവെച്ച് കൊടുത്തത് എന്നൊക്കെ ചിലർ ചോദിക്കുന്നു.
ICUവിൽ കിടന്ന വീണ ജോർജിനെ വെന്റിലേറ്ററിലേക്ക് തള്ളിയിടാനാണ് ഇന്നലെ അബിൻ വർക്കി ശ്രമിച്ചത്. രക്ഷപ്പെട്ടോടിയ വീണ ജോർജ് ഒടുവിൽ ICUവിൽ കയറി കതക് കുറ്റിയിട്ടിരിക്കുന്നു. കരയാനല്ലേ കഴിയൂ. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട സംവാദത്തിനിടയിൽ അബിൻ വർക്കി ഒരു താങ്ങ് താങ്ങി. വയനാട് DYFI പണം നൽകിയത് 10 മാസം കഴിഞ്ഞ്. പലിശയായി ലക്ഷങ്ങൾ തട്ടിയെടുത്തു DYFI എന്ന അബിൻ വർക്കി കണക്കുകൾ നിരത്തി അങ്ങ് കടന്നാക്രമിച്ചു. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിന് കണക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരുന്നു അബിൻ വർക്കിയുടെ മാസ് മറുപടി. 10 വർഷം കൊണ്ട് ആരോഗ്യമേഖല തകർന്നടിഞ്ഞു എന്ന് കണക്കുകളും വസ്തുതകളുമൊക്കെ നിരത്തി അബിൻ വർക്കി വിശദീകരിച്ചു. ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുമായി എന്തുകൊണ്ട് ആരും രംഗത്ത് വന്നില്ല? എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ സാന്നിധ്യം തെളിയിച്ചിരിക്കുന്ന മണ്ഡലമാണ് ആറന്മുള. കഴിഞ്ഞ 2 ടേമായി അവിടെ വീണ ജോർജാണ് വിജയിച്ചു വരുന്നത്. വീണ ജോർജിനെ നടുക്കുന്നത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പഞ്ചായത്തുകളും നഗരസഭയുമൊക്കെ UDF പിടിച്ചെടുത്ത സംഭവം തന്നെ. അതുകൊണ്ട് തന്നെ ഇക്കുറി അധികാരം തങ്ങളിലേക്ക് എത്തുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. കുമ്മനം രാജശേഖരനെ വെച്ച് ഒരു പരീക്ഷണത്തിന് BJP ശ്രമിക്കുന്നു. ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആറന്മുളയിൽ വലിയ വിവാദമായി ആളിക്കത്തവേ കുമ്മനം രാജശേഖരന്റെ വരവ് BJPക്ക് കരുത്തു പകരുമെന്ന് BJPയുടെ കണക്കുകൂട്ടൽ. 2016 K ശിവദാസിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് ആറന്മുള. അബിൻ വർക്കിയിലൂടെ തിരികെ പിടിക്കാം എന്ന ആത്മവിശ്വാസം കോൺഗ്രസിലും UDFിലും. 1991 ശേഷം ഒരു മുന്നണിക്കും വിജയ തുടർച്ച നൽകാത്ത മണ്ഡലമായിരുന്നു ആറന്മുള. എന്നാൽ 2016 2021 വീണ ജോർജിനെ വിജയിപ്പിച്ചു. പ്രളയ നിവാരണം, നദീ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടെയുള്ള സ്ഥിരമായ വോട്ടർമാരുടെ വിഷയങ്ങൾ. ആറന്മുളയിൽ ഇക്കുറി പ്രവചനാതീത മത്സരമാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് വീണ ജോർജിന്റെ ഇമേജ് തകർന്നടിഞ്ഞു. സ്വന്തം ഭർത്താവ് പോലും ഇനി മത്സരിക്കരുത് എന്ന് വീണയോട് അഭ്യർത്ഥിച്ചതാണ്. അബിൻ വർക്കിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് തന്നെ ഒരു വേറിട്ട ശൈലിയിൽ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടയിൽ ഗുരുതരമായ പിഴവിന് വിധേയയായ ഉഷ ജോസഫിന്റെ കുടുംബമാണ് അബിൻ വർക്കിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത്. മുൻപ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയെന്നൊക്കെ കോൺഗ്രസ് വിശ്വസിച്ച മണ്ഡലം. K ശിവദാസൻ നായരെ അട്ടിമറിച്ചായിരുന്നു വീണ ജോർജിന്റെ ആദ്യ വിജയം. 1977 മുതൽ 1987 വരെ കോൺഗ്രസിന്റെ കൈക്കുമ്പിളിലായിരുന്നു ആറന്മുള മണ്ഡലം. എന്നാൽ 1991 R രാമചന്ദ്രൻ നായർ പിടിച്ചെടുത്തു NDPക്ക് വേണ്ടി. പിന്നീട് 1996 കടമനിട്ടയിലൂടെ LDF, 2001 മാലേത്ത് സരളാദേവിയിലൂടെ കോൺഗ്രസ്, 2006 KC രാജഗോപാലിനോട് CPM. എന്നാൽ 2011 K ശിവദാസൻ നായരുടെ വിജയം 2016 കൈവിട്ടു. 2021 വീണ ജോർജ് നേടിയത് 73,450 വോട്ടുകൾ. K ശിവദാസൻ നായർക്ക് കിട്ടിയത് 56,654. BJPയുടെ ബിജു മാത്യുവിന് കിട്ടിയത് വെറും 21,099. വീണ ജോർജിന്റെ ഭൂരിപക്ഷം 19,003 വോട്ടുകൾ. 2016 BJPക്ക് വേണ്ടി മത്സരിച്ചത് MT രമേശ്. 37,906 വോട്ടുകളാണ് MT രമേശ് നേടിയത്. 2016 അപേക്ഷിച്ച് 2021 BJPക്ക് മാത്രം ഏകദേശം 17,000 വോട്ടുകളുടെ കുറവ്. 2016 വീണ ജോർജ് വിജയിച്ചത് വെറും 7,646 വോട്ടുകളുടെ പിൻബലത്തിൽ. 2011 അന്ന് ശിവദാസൻ നായർ നേടിയത് 64,845 വോട്ടുകളാണ്. ചുരുക്കത്തിൽ ഇരു മുന്നണികളിലേക്കും മാറി മാറി ഒഴുകുന്ന വോട്ട് ശതമാനം കണ്ടാൽ നമുക്ക് അവിടെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് എത്രയെന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ആറന്മുളയുടെ ജനമനസ് അങ്ങനെയാണ്. എന്നും ഒരു മുന്നണിയെ പുൽകാനുള്ള ആവേശമൊന്നും അവർക്കില്ല. ഇരു മുന്നണികളെയും അസ്വസ്ഥരാക്കുന്നത് കുമ്മനം രാജശേഖരന്റെ വരവ് തന്നെ. മറുവശത്ത് വീണ ജോർജിനെതിരെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ മണ്ഡലത്തിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും? അബിൻ വർക്കി ഇക്കുറി വീണ ജോർജിനെ വീഴ്ത്തിയാൽ അതൊരു സംഭവം തന്നെയാവും. ആറന്മുള നിയോജകമണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടിനി വീണയുടെ വിജയം എങ്ങനെയാവും ആവോ? ആരോഗ്യരംഗം ആകെ തവിടുപൊടിയാക്കിയെന്നാണ് അബിൻ വർക്കിയുടെ ആരോപണം. മറുവശത്ത് വീണ ജോർജിനെതിരെ നിരവധി ആരോപണങ്ങൾ നിരത്തി UDF ആക്രമണം കൊഴുപ്പിക്കുന്നു. ഇക്കുറി വീണ ജോർജ് വീഴും എന്ന് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടിയൊന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം
ഇതല്ലേ ജനാധിപത്യമെന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചത്. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ അവർ ആരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും, RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അപ്പം ഞങ്ങൾ ചോദിച്ചതാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം.